ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോന്നി ആനക്കൂടും അതുപോലെ തന്നെ അടവി കുട്ടവഞ്ചിയും. ഈ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം വന്നത് കോന്നി ആനക്കൂട്ടിലോട്ടാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതുക്കെ അടവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കോന്നിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ പറഞ്ഞ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോന്നി ആനക്കൂടും അതുപോലെ തന്നെ അടവി കൊട്ടവഞ്ചിയും. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത്. പൊതുവേ നമ്മൾ മൊത്തത്തിൽ ആനക്കൂടെന്നാണ് പറയുമെങ്കിലും ശരിക്കുള്ള ആനക്കൂട് തണ്ട് ഈ കാണുന്നതാണ്. പണ്ടുകാലത്ത് വനങ്ങളിൽ നിന്നും പിടികൂടിയിരുന്ന കാട്ടാനകളെ മെരുക്കാനും അതുപോലെ തന്നെ പരിപാലിക്കാനുമായിരുന്നു ഈ ആനക്കൂട് ഉപയോഗിച്ചിരുന്നത്. പണ്ടുകാലത്ത് ഏറ്റവും കൂടുതൽ കാട്ടിൽ നിന്നും ആനകളെ പിടികൂടിയിരുന്നത് വാരിക്കുഴി മാർഗമായിരുന്നു. സ്ഥിരമായി ആനകൾ വരുന്ന വഴി, അതായത് ആനത്താര, ആ വഴി നോക്കിയിട്ട് വലിയ രീതിയിൽ കുഴിയെടുത്തിടും. എന്നിട്ട് ആ കുഴിയങ്ങ് മൂടും. അതുവഴി കടന്നു വരുന്ന ആനകളെ കുഴിക്കകത്ത് വീഴും. പിന്നീട് കുങ്കി ആനകളുടെ സഹായത്തോടു കൂടി ആനയെ പുറത്തെത്തിച്ച് നേരെ ആനക്കൂട്ടിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് മെരുക്കിയെടുത്ത് പിന്നീട് നാട്ടാനയാക്കി മാറ്റുകയും ചെയ്യുമായിരുന്നു. ഇതാണ് പണ്ട് നടന്നു വന്നിരുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കാട്ടിൽ നിന്നും കിട്ടുന്ന കൊച്ചു കുട്ടിയാനകളെ കൊണ്ടുവന്ന് ആനക്കൂട്ടിലിട്ട് അതിനെ മെരുക്കിയെടുത്ത് കൊണ്ടുവരും. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ആനക്കൂട്ടിൽ ആനകളൊന്നുമില്ല കേട്ടോ. ഉണ്ടായിരുന്നു, ഒരു കൊച്ചു കുട്ടിയാനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞവരുടെയൊക്കെ അത് ചരിഞ്ഞു. ഇപ്പം പിന്നെ എങ്ങൊന്നും ആനക്കുട്ടിയെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കൂടിപ്പം കാലിയായിട്ട് തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ കോന്നി ആനക്കുട്ടി മൊത്തത്തിൽ 4 ആനകളുണ്ട്. നമ്മളിപ്പം കാണുന്നത് കൃഷ്ണ, 13 വയസ്സേ ഉള്ളൂ കേട്ടോ. വലിയ പ്രായമൊന്നുമില്ല, ചെറിയ പ്രായമേ ഉള്ളൂ. പക്ഷെ ആൾ ഭയങ്കര കലിപ്പനാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പം ചെന്നാലും കുറച്ച് ദേഷ്യക്കാരനെ പോലെ നമുക്ക് അവനെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ആനകളെ കൂടി കാണാം. ഇന്ന് പൊതുവെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാരവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽപ്പുണ്ട്. കുറേ ആൾക്കാർ ഇതിൻ്റെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കോന്നി ആനക്കൂട്ടിൽ നമുക്ക് ആനകളെ കാണാനും അതുപോലെ തന്നെ മറ്റ് കാഴ്ചകളൊക്കെ കാണാൻ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പത്തനംതിട്ടയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോന്നി ആനക്കൂട്ടിൽ കയറുക തന്നെ വേണം. ആനകളെ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുക, ആനകളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ആനകളെ പറ്റിയുള്ള മ്യൂസിയം ഉണ്ട്. അതുപോലെ തന്നെ പക്ഷികളെ പറ്റി പലതരം വനത്തിലുള്ള പലതരം ജീവികളെ പറ്റിയും പക്ഷികളെ പറ്റിയൊക്കെ നമുക്കറിയാൻ പറ്റും. അതിനൊക്കെയുള്ള മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും മൊത്തത്തിലൊരു കിടു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടവിയിലും അതുപോലെ തന്നെ ആനക്കൂട്ടിലൊക്കെ കയറി ഒരു 1 ഡേ ട്രിപ്പിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് തന്നെ അവിടെ കമ്പിവേലി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ ഒരിക്കലും മറികടക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് പെർമിഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആനയുടെ അടുത്ത് പോകാനോ ആനയെ തൊടാനോ ഒന്നും നമ്മൾ നിൽക്കരുത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു പണ്ടൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ആനസവാരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ആനയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ നമുക്ക് തോന്നത്തില്ല. അതുപോലെ എന്തോ ഒരു പ്രത്യേക ഒരു രസമാണ് ഇതുങ്ങളുടെ ആ ഒരു തലയാട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ശാന്തമായ അന്തരീക്ഷം, ഒരുപാട് മരങ്ങളും കാര്യങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വനത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ നമുക്ക് കിട്ടും. ആനകളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കും പിന്നെ ഈ പ്രകൃതി ആസ്വാദകർക്കും യാത്രാപ്രേമികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോന്നി ആനക്കൂട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകണം. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ വരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ മുകളിലോട്ട് പോകാമെന്നില്ല, അവിടെ 2 ഷെഡുണ്ട്, ആന ഷെഡുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആനകളെയൊന്നും കാണാനില്ല. നേരത്തെ അതിൻ്റെ ആനകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ആനകൾക്ക് കുളിക്കാനുള്ള ഒരു ഷവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വരുമ്പോൾ അത് കാണാൻ സാധിക്കും. ആനകളൊക്കെ ഈ ഷവറിൻ്റെ കീഴിൽ നിന്ന് എങ്ങനെ കുളിക്കുന്നതെന്നൊക്കെയുള്ളത്. അന്നേരം ഇവിടുത്തെ ആനകളുടെ കാഴ്ചകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്. മൊത്തത്തിൽ ഈ ഒരു സൈഡിലെ 3 ആനകൾ, ഇപ്പുറത്തെ ഒരു കൊമ്പൻ, അങ്ങനെ മൊത്തത്തിൽ 4 ആനകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്.
ഇനി നമുക്ക് എന്തായാലും താഴോട്ടോ ഇനിയിപ്പോൾ താഴോട്ട് പോയിട്ട് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് ആനയുടെ മ്യൂസിയത്തിൽ കയറണം. എല്ലാത്തിലൊന്നും കയറാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് മാക്സിമം കയറാവുന്നതിൻ്റെ അത്രയൊക്കെ നമുക്ക് കയറാം. ആ കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ താഴോട്ട് പോകാം. അത്യാവശ്യം ചെറിയൊരു ഇറക്കമാണ്. കുറച്ച് ഇറക്കി എന്തായാലും പോകാം. കാരണം ഇപ്പം തന്നെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. നമുക്കെന്തായാലും തിരിച്ചു പോയിട്ട് നമുക്കിനി ഒരുപാട് സ്ഥലത്ത് കയറാനുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ആനകളുടെ മ്യൂസിയം ഉണ്ട് കേട്ടോ. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും കാണാത്തവർ, കാരണം ആനക്കൂട്ടിൽ വന്നവർക്ക് അവർ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേങ്കിൽ വരാത്തവർക്ക് ഒരു പുതുമയാർന്ന കാഴ്ചകളാണ് അതൊക്കെ. അന്നേരം നമുക്ക് നേരെ എന്തായാലും ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ. അന്നേരം ഗെയ്സ് നമുക്ക് എന്തായാലും ആനയുടെ മ്യൂസിയത്തിലോട്ടൊക്കെ കയറാം. അപ്പോൾ ആനയുടെ അസ്ഥികൂട കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ മനോഹരമായിട്ടുള്ള വേറെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ തന്നെ നമ്മൾ മ്യൂസിയത്തിൻ്റെ കയറുമ്പോൾ തന്നെ ആനയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊളിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആനയാണെന്നേ തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ കിടുവാണ്. പിന്നെ അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര നീറ്റും കാര്യങ്ങളാണ് കേട്ടോ. അതൊരു ഭയങ്കര ഇതാണ്. ഒരുപാട് ആനകളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ വീഡിയോ ആയിട്ട്. ഇതാണ് വാരിക്കുഴി. ആനകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന വാരിക്കുഴിയൊക്കെ. പണ്ട് കാലത്ത് ഇതുപോലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. കാരണം കുഴിയൊക്കെ വെട്ടിയിട്ട് എല്ലാം മൂടിയിടും. അപ്പം ആനയൊക്കെ വരുന്ന വഴിക്ക് അത് കാണാതെ കൊണ്ട് അതിൻ്റെ അകത്ത് വീഴും. അപ്പം അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ആനയുടെ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഇത് ഒറിജിനലാണ് കേട്ടോ. ആനക്കൊമ്പും അതുപോലെ തന്നെ ആനയുടെ അസ്ഥികൂടം, പല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഒരു കമ്പിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആനയുടെ അസ്ഥികൂടമൊക്കെ കാണാത്തവർക്ക് നമ്മളെല്ലാവരും ഒറിജിനൽ ആനയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആനയുടെ അസ്ഥികൂടം കാണാത്തവർക്ക് ഇപ്പം കണ്ടു. അതുപോലെ തന്നെ ആനയുടെ തലയൊട്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ആനയെപ്പറ്റിയുള്ള ഈ ഒരു റൂമിൻ്റെ അകത്താണെങ്കിൽ ആനയെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് AV റൂമിൻ്റെ തൊട്ട് പോകാം. നോക്കി എന്തോ നീറ്റാന്ന് നോക്കിയിട്ട് ഒരു പ്രത്യേക രസമാണ് അതിൻ്റെ തൊട്ട് കയറുമ്പോൾ തന്നെ കേട്ടോ. ഒരു നല്ല വൈബാണ്. പ്രത്യേകിച്ച് നീറ്റിൻ്റെ കാര്യത്തിലൊക്കെ പക്കയാണ് കേട്ടോ. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വനത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ഫീലിങ്സ് ആണ്. കാരണം വനത്തിലുള്ള എല്ലാ ജീവികളുടെയും ആ ഒരു സൗണ്ട് അതേ പെർഫെക്ഷനോട് കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും ഇനി ആ ഒരു സൗണ്ട് ഒന്ന് കേൾക്കാമേ. അന്നേരം നമ്മൾ അവിടെ നിന്ന് AV റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുറത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ വരുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് അടവിയിലോട്ടാണ്. അന്നേരം അടവിയിലോട്ട് വന്ന ഉടനെ തന്നെ 2 കോരങ്ങച്ചേട്ടന്മാർ നല്ല അടിപൊളി ഫൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് അടവിയിലെ വിശേഷങ്ങൾ. നമ്മൾ ആദ്യം നിന്നത് അടിപൊളി ഒരു സ്ഥലത്താണെങ്കിൽ അതിനെക്കാട്ടിലും അടിപൊളിയായിട്ടൊരു പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന, നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അടവി. അതായത് അടവി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന അടവി കൊട്ടവഞ്ചി സവാരിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കാണാം. ആനക്കൂട് കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അടവി കൊട്ടവഞ്ചി സവാരി ഉള്ളത് കോന്നിയിൽ നിന്നും തണ്ണിത്തോട് തേക്കുതോട് പോകുന്ന റൂട്ടിൽ മുണ്ടാമുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അടവി കേട്ടോ. മുണ്ടാമുഴി പാലം എന്നൊക്കെ പറയും, ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ്. ആ പാലത്തിനോട് നിന്ന് കുറച്ചുകൂടെ മണ്ണീറ പോകുന്ന റൂട്ടാണ് ഈ അടവി കൊട്ടവഞ്ചി സവാരി നടക്കുന്നത്. തീർത്തും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ അടവി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കൊട്ടവഞ്ചി പോകുന്ന സമയത്തൊക്കെ നല്ല ഉണക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊട്ടവഞ്ചി തന്നെ പോകണമെന്നില്ല, നമ്മൾ വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും ആനകളൊക്കെ ഈ നല്ല ഉണക്കിലൊക്കെ ആണെങ്കിൽ റോഡിലൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ആളിൻ്റെ അനക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആനയൊന്നും വെളിയിലോട്ട് വരാത്തത്. അതുപോലെ തന്നെ നല്ല മഴ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കും, നമുക്ക് ആ ഒരു ഏരിയയിലോട്ടേ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നല്ല കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല മഴ സമയത്തൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാം. കുട്ടവഞ്ചി കയറണം കേട്ടോ. കുട്ടവഞ്ചിയെ കയറാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വരണം. കുട്ടവഞ്ചിയിലൊക്കെ കയറണം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു കാടിൻ്റെ നടുക്കൂടെയൊക്കെ യാത്രയെന്ന് പറഞ്ഞാൽ ആരും കുതിച്ചു പോകുന്ന ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും. അത്യാവശ്യം നമുക്ക് കാട്ട് ജീവികളെയൊക്കെ കാണാൻ സാധിക്കും നമുക്ക്.
രണ്ട് സൈഡിൽ കാടും ആ ഒരു കാടിന് നടുക്കൂടെ ഒരു പുഴയും പുഴയിൽ കൂടി ഒരു കൊട്ടവഞ്ചി സവാരിയും എല്ലാം കൊണ്ട് നല്ല പൊളി വൈബായിരിക്കും കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.